തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ മരുന്നില്ലെന്ന മനോരമയുടെ വ്യാജ വാർത്തയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. തെറ്റായ ധാരണ പരത്തുന്നതിനായി നടത്തിയ ശ്രമം ദൗർഭാഗ്യകരമെന്ന് ആരോഗ്യമന്ത്രി. വാർത്ത വസ്തുതാവിരുദ്ധമെന്ന തെളിവുകൾ നിരത്തി ആരോഗ്യമന്ത്രി. കേരളത്തിലെ ആരോഗ്യരംഗത്തെ മേന്മ ആർക്കെങ്കിലും മറച്ചുവെക്കാനാകുമോ എന്ന് മുഖ്യമന്ത്രിയും ചോദിച്ചു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ രോഗിക്ക് ഡോക്ടർ എഴുതിയ കുറിപ്പടിയിലെ മരുന്നൊന്നും കിട്ടാനില്ലെന്നാണ് മനോരമ വാർത്ത. എന്നാൽ 9 മരുന്നിൽ 7 മരുന്നും കിട്ടിയെന്ന് വാർത്തയ്ക്കുള്ളിൽ മനോരമ തന്നെ പറയുന്നുമുണ്ട്. ബാക്കി വരുന്ന 2 മരുന്നുകൾ സർക്കാരിൻ്റെ ഡ്രഗ്സ് ലിസ്റ്റിൽ ഇല്ലാത്തവയാണ്. കുറിപ്പടിയിൽ മരുന്നുകളുടെ രാസനാമം എഴുതണമെന്നാണ് നിർദ്ദേശം. ഇത് ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും ആരോഗ്യമന്ത്രി അടിയന്തരമായി നിർദ്ദേശം നൽകി. പക്ഷേ അധികൃതരോട് ഒന്ന് തിരക്കുക പോലും ചെയ്യാതെയാണ് മനോരമയുടെ വ്യാജവാർത്ത. വാർത്തയുടെ തലക്കെട്ട് പോലും മരുന്നിനില്ല മരുന്ന് എന്നാണ്. ഒരു മരുന്നും സർക്കാർ ആശുപത്രിയിൽ ഇല്ല എന്നുള്ളൊരു ധ്വനിയാണ് വരുന്നത്. ആ മരുന്നുകളെല്ലാം തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും ഈ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. തെറ്റായ ഒരു പ്രചരണം അല്ലെങ്കിൽ തെറ്റായ ഒരു വാർത്ത ആ രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് നൽകുന്നതിന്, അങ്ങനെ ഒരു പ്രചരണം നടത്തുന്നതിന് മുഖ്യധാര മാധ്യമങ്ങൾ, ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളത് നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. വ്യാജവാർത്തയ്ക്കെതിരെ മുഖ്യമന്ത്രിയും പ്രതികരിച്ചു. മരുന്നിന് പോലും മരുന്നില്ല എന്ന് ഒരു പത്രം എഴുതിയല്ലോ, അത് ആ കാലത്ത് എഴുതാൻ പറ്റാതിരുന്ന ഒരു തലവാചകമാണ്. 2016 മുൻപുള്ള കേരളത്തിൽ ആരോഗ്യരംഗത്ത് ഡോക്ടർമാർ ആവശ്യത്തിനില്ല, സ്റ്റാഫില്ല, നമ്മുടെ നേഴ്സുമാരില്ല, ആവശ്യത്തിനുള്ള മരുന്നില്ല, പഞ്ഞി പോലുമില്ല. ഇതായിരുന്നു ആ ഘട്ടത്തിലെ അവസ്ഥ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.